أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا لئن لم تنته يا لوط لتكونن من المخرجين. قال إني لعملكم من القالين. رب نجني وأهلي مما يعملون. فنجيناه وأهله أجمعين إلا عجوزا في الغابرين. ثم دمرنا الآخرين وأمطرنا عليهم مطرا فساء مطر المنذرين. إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1253 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 167 മുതൽ 175 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا لئن لم تنته يا لوط لتكونن من المخرجين. قال إني لعملكم من القالين. رب نجني وأهلي مما يعملون. فنجيناه وأهله أجمعين إلا عجوزا في الغابرين. ثم دمرنا الآخرين وأمطرنا عليهم مطرا فساء مطر المنذرين. إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 167 മുതൽ 175 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ സമൂഹങ്ങളെ അവരിലേക്ക് ദൈവിക ദൂതന്മാർ നിയോഗിതരായി വന്ന ഘട്ടങ്ങളിൽ ആ സമൂഹങ്ങൾ സ്വീകരിച്ച നിലപാടുകളും അവരുടെ പ്രതികരണങ്ങളും തുടർന്ന് ഉണ്ടായ ദൈവിക നടപടികളുമൊക്കെയാണ് ഈ സൂറത്തിൽ വിവരിക്കപ്പെടുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ സാഹചര്യത്തിൽ ജനങ്ങള് കാണിച്ച നിഷേധ നിലപാടും ശത്രുത മനോഭാവവും ഒക്കെ ആണ് ഈ സൂറത്തിന്റെ പശ്ചാത്തലമായിട്ട് ഈ സംഭവങ്ങളുടെ വിവരണത്തിന് ഒരു കളമൊരുക്കുന്ന കാര്യമായിട്ട് നമുക്ക് ഈ സൂറത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു തുടങ്ങിയ ഒരു സെക്ഷൻ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. നേരത്തെ പരാമർശിക്കപ്പെട്ട സമൂഹങ്ങളെ പോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹവും ദൈവിക ദൂതന്മാരെ കളവാക്കുന്നവരായിരുന്നു.
അവര് ദൂതന്മാരെ നിഷേധിക്കുന്നവരായിട്ടാണ് മാറിയത്. ലൂത്ത് അലൈഹിസ്സലാം മറ്റേത് പ്രവാചകന്മാരെയും പോലെ അവരോട് ദൈവഭക്തിയുള്ളവരായി, തഖ്വയുള്ളവരായി, നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു. അവരിലേക്ക് ദൈവനിയുക്തമായി എത്തിയിരിക്കുന്ന, അവർക്ക് ആശ്രയിക്കാവുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ദൂതനാണ് താൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവഭക്തിയുടെ ജീവിത സരണി സ്വീകരിക്കാനും തന്നെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്നുള്ള നിലക്ക് അനുസരിക്കാനുമാണ് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത്. ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ അവരോട് യാതൊരു പ്രതിഫലവും താൻ ചോദിക്കുന്നില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ അധാർമികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലൂത്ത് അലൈഹിസ്സലാം അവരോട് സംസാരിക്കുകയുണ്ടായത്. അതഅ്തൂന ദുക്റാന മിനൽ ആലമീൻ, ലോകരിൽ പുരുഷന്മാരെയാണോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കായിട്ട് സമീപിക്കുന്നത് എന്നതാണ് ലൂത്ത് അലൈഹിസ്സലാം ഉന്നയിച്ച വിഷയം. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയായിട്ട് സൃഷ്ടിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇണകളെ കൈവെടിഞ്ഞുകൊണ്ട് ഈ ധിക്കാരപരമായ നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നതാണ് അവർ ഉന്നയിച്ച ചോദ്യം, ലൂത്ത് അലൈഹിസ്സലാം ഉന്നയിച്ച ചോദ്യം. ഇതിനോട് ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം പ്രതികരിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഖാലു, അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്. അവര് മറുപടിയായിട്ട് പറഞ്ഞത് ലൂത്ത് അലൈഹിസ്സലാമിനോട് ഇങ്ങനെയാണ്: ഇല്ലം തൻതഹി യാ ലൂത്ത്, ലൂത്തെ നീ ഈ സംസാരം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലതകൂനന്ന മിനൽ മുഖ്റജീൻ, നീ പുറത്താക്കപ്പെട്ട ആളുകളോടൊപ്പം ഉൾപ്പെടും, അല്ലെങ്കിൽ നീ പുറത്താക്കപ്പെടും. നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തില് നീയും ഉൾപ്പെടും. ഇതാണ് ലൂത്ത് അലൈഹിസ്സലാമിന് താക്കീതായിക്കൊണ്ട് ആ നാട്ടിലെ ആളുകൾ പറയുകയുണ്ടായത്. പറഞ്ഞതിന്റെ ചുരുക്കം, ലൂത്ത് അലൈഹിസ്സലാം മുന്നോട്ട് വെക്കുന്ന ഈ കാര്യം ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് സദാചാരപരമായ ജീവിത രീതികൾ അവലംബിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഈ കാര്യം, ഈ സംസാരം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അവര് പിന്തുടർന്നു വന്നിരുന്ന വഴിവിട്ട ലൈംഗികതയുടെ രീതികളെ വിമർശിക്കുന്ന പരിപാടി, അതിനെ ഗുണദോഷിക്കുന്ന കാര്യം ലൂത്ത് അലൈഹിസ്സലാം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നാണ് നാട്ടിലെ പ്രമാണിമാര് ലൂത്ത് അലൈഹിസ്സലാമിനോട് പറയുന്നത്. ഇല്ലം തൻതഹി യാ ലൂത്തു, ലൂത്തെ നീ ഈ പരിപാടി അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കുക, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ഈ ഏർപ്പാട് നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലതകൂനന്ന മിനൽ മുഖ്റജീൻ, തീർച്ചയായിട്ടും താങ്കള് പുറത്താക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് പറഞ്ഞ ഈ ആളുകളോട് അവര് പിന്തുടരുന്ന അധാർമികതയുടെയും മ്ലേച്ഛവൃത്തിയുടെയും കാര്യമൊന്നും ആരും ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ വല്ല കാര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ പിന്നെ നാട്ടിൽ വെച്ചേക്കില്ല, അവരെ അവിടെ നിർത്തി പൊറുപ്പിക്കുകയില്ല എന്നതാണ് അവരുടെ നിലപാട്. ഈ പ്രയോഗത്തിന്ന് വെളിപ്പെടുന്ന ഒരു കാര്യം, ഈ വിഷയത്തില് ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ പേരില് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന, അട്ടിയോടിക്കപ്പെടുന്ന ഒന്നാമത്തെ ആള് ലൂത്ത് അലൈഹിസ്സലാം ആകാൻ സാധ്യതയില്ല എന്നാണ്. ആവണമെന്നില്ല. കാരണം ഇവിടെ പറയുന്നത് ലതകൂനന്ന മിനൽ മുഖ്റജീൻ, പുറത്താക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെടും എന്നാണ്.
എന്ന് പറഞ്ഞാൽ അവരുടെ അധാർമികതയെ ചോദ്യം ചെയ്യുകയോ അതിനെ വിമർശിക്കുകയോ അക്കാര്യത്തില് അവര് ആ വഴിവിട്ട രീതിയിൽ നിന്ന് പിന്തിരിയണം എന്ന് അവരോട് ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ആളുകളെ അവര് കൈകാര്യം ചെയ്തു കളയും. അവരെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി കളയും, അല്ലെങ്കിൽ അവിടുന്ന് ആട്ടി ഓടിച്ചു കളയും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നർത്ഥം. അധർമ്മികളും ധിക്കാരികളും ഈ വഴിവിട്ട അധാർമികതയുടെ ആളുകളും ഒക്കെയായി മാറിയിട്ടുണ്ടായിരുന്ന ആ സമൂഹം ആ നാട്ടില് മേൽക്കൈ നേടിയിട്ടുണ്ടായിരുന്നു. അവരാണ് നാട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഏറ്റവും സ്വാധീനമുള്ള ആളുകളായിട്ട് നിലകൊണ്ടിരുന്നത് എന്നർത്ഥം. ധാർമ്മികതയോ നന്മയോ സദാചാര മൂല്യങ്ങളോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത്തരം ആളുകളെ അവര് അടിച്ചമർത്തി കളയും, ഞെരിച്ച് കൊന്നുകളയും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിക്കാനൊക്കെ അവര് മുൻകൈയെടുത്ത് രംഗത്ത് വരും. ഇതാണ് അവർ സ്വീകരിച്ചു വരുന്ന നിലപാട്. ഈ ഒരു കാര്യം തന്നെയാണ് അവര് ലൂത്ത് അലൈഹിസ്സലാമിനോട് പറയുന്നത്. ഈ വർത്താനം അവസാനിപ്പിക്കുക. ഇനിയും ഇങ്ങനത്തെ വർത്താനം പറയാനാണെങ്കിൽ, അതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് എറിഞ്ഞു ഓടിക്കും. നാട്ടില് നിനക്ക് നിൽക്കാൻ കഴിയില്ല, നിന്നെ ഇവിടുന്ന് ഞങ്ങൾ പുറത്താക്കും. ഇതാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം. കാല അദ്ദേഹം പറഞ്ഞു, ഇന്നീലി അമലിക്കും മിനൽ ഖാലിയിൻ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മ്ലേച്ഛവൃത്തിയുടെ കാര്യത്തിൽ ഞാൻ പ്രതിഷേധം അറിയിക്കുന്നവനായിക്കൊണ്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇന്നീലി അമലിക്കും, നിങ്ങളുടെ ഈ പ്രവർത്തനം ഉണ്ടല്ലോ, ഈ അസാൻമാർഗിക പ്രവർത്തനം, ഈ അസാൻമാർഗികതയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇന്നീലി അമലിക്കും മിനൽ ഖാലിയിൻ, നിങ്ങളുടെ ഈ അമലിന്റെ കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഈ എതിർപ്പ് രേഖപ്പെടുത്തുന്നവരോടൊപ്പമായിരിക്കും എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. നിങ്ങളുടെ ഈ അധാർമികതയും ഈ സദാചാര വിരുദ്ധമായ രീതികളുമൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും മിണ്ടാതെ നിൽക്കുന്ന ഒരാളായിരിക്കുകയില്ല ഞാൻ. അതില് എതിർപ്പ് രേഖപ്പെടുത്തുന്ന, പ്രതിഷേധം അറിയിക്കുന്ന, അതിനെതിരിൽ സംസാരിക്കുന്ന ഒരാളായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിലകൊള്ളും എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. ഇന്നീലി അമലിക്കും മിനൽ ഖാലിയിൻ, നിങ്ങളുടെ ഈ ചെയ്തിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ എതിർപ്പുള്ളവനായിരിക്കും എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം പ്രതികരിക്കുന്നത്. അതിനുശേഷം ലൂത്ത് അലൈഹിസ്സലാം അള്ളാഹുവിനോടായിട്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു ഇവിടെ ഉദ്ധരിക്കുന്നത്. റബ്ബി നജ്ജിനി വ അഹ്ലി മിമ്മാ യഅമലൂൻ, എന്റെ നാഥ, എന്നെയും എന്റെ കുടുംബത്തെയും ഇവരുടെ ഈ ദുഷ്ചെയ്തികളിൽ നിന്ന് നീ രക്ഷിക്കണമേ എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. പല തലങ്ങളില് ആശയം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ശൈലിയാണ് ഈ പ്രാർത്ഥനയ്ക്കുള്ളത്. ഒന്ന്, റബ്ബി നജ്ജിനി വ അഹ്ലി, എന്നെയും എന്റെ കുടുംബത്തെയും നീ രക്ഷിക്കണമേ. എന്തിൽ നിന്നാണ്? മിമ്മാ യഅമലൂൻ, ഇവരുടെ ചെയ്തികളിൽ നിന്ന്. പല സൂചനകളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ലൂത്ത് അലൈഹിസ്സലാം ഇവിടെ ഈ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുന്ന, അവരെ ഉണർത്തുന്ന കാര്യം, അത് സ്വവർഗരതി എന്ന അവരുടെ വലിയ മ്ലേച്ഛവൃത്തി, ആ മ്ലേച്ഛവൃത്തിയുടെ ദുരന്തം ഏറ്റുവാങ്ങുന്ന ആളുകൾ ആവേണ്ടി വരുന്നതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്ന് മനസ്സിലാക്കുക. സ്വവർഗരതി എന്ന അസാൻമാർഗികത ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു തിന്മ. ആ തിന്മക്ക് പല നിലക്കുമുള്ള അനന്തരഫലങ്ങൾ ഉണ്ടാകാം.
നമ്മുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള പല രോഗങ്ങളും പ്രത്യക്ഷത്തില് ഉത്ഭവിക്കുന്നത്, അതിനുള്ള കാരണം മുഖ്യമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സുവർഗരതിയാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ശാസ്ത്രീയതയും കാര്യമൊന്നും എക്സ്പ്ലോർ ചെയ്യലല്ല ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതെന്തോ ആവട്ടെ. ഇനി അങ്ങനെ പ്രത്യക്ഷത്തില് അത്തരം അധാർമികത കൊണ്ട് ഈ രോഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് തന്നെ വെക്ക്. അത് ശാസ്ത്രീയതയൊന്നും അതിലില്ല എന്ന് വരികയാണെങ്കിൽ പോലും അള്ളാഹു വിലക്കിയ ഒരു മ്ലേച്ഛവൃത്തിയാണ് അത്. ഒരു കാരണവശാലും ചെയ്തുകൂടാ എന്ന വിധത്തില് അള്ളാഹു അവന്റെ ദൂതന്മാർ മുഖേനയും വേദങ്ങൾ മുഖേനയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാരണവശാലും പിന്തുടരാൻ പാടില്ലാത്ത ഒരു മ്ലേച്ഛവൃത്തിയായിട്ടാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു കാരണത്താൽ തന്നെ അതുകൊണ്ട് ധാരാളം വിപത്തുക്കൾ ഉണ്ടാവാം. കുടുംബ തകർച്ചയുണ്ടാകാം, സാമൂഹ്യ ബന്ധങ്ങളിൽ വലിയ ഉലച്ചിലുണ്ടാവാം. അതുപോലെ സമൂഹത്തിലെ വ്യക്തികൾക്ക് പരസ്പരം ഉണ്ടാവേണ്ട ബഹുമാനവും ആദരവും പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലാതെയായി മാറി. കുടുംബത്തിന്റെ ഭദ്രതയും തകർച്ചയും, കുടുംബത്തിന്റെ തകർച്ച ഉണ്ടാവുന്നതും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിലെ ഉലച്ചിലുണ്ടാവുന്നതും ഒക്കെ സൃഷ്ടിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്നൊക്കെ തന്നെ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണമേ എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം ഇവിടെ പറയുന്നത്. പ്രവാചകന്മാര് എന്റെ അഹ്ല് എന്ന് പറയുമ്പോൾ അവരുടെ അനുയായികളും ഉൾപ്പെടും. എന്നെയും എന്റെ കുടുംബത്തെയും, എന്നെ പിൻപറ്റിയ ആളുകൾ, എന്നെ അനുസരിക്കാൻ സന്നദ്ധരായ ആളുകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് വേണ്ടിയാണ് ഇവിടെ ലൂത്ത് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ മ്ലേച്ഛവൃത്തിയുടെ ദുരന്തത്തിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും എന്നോടൊപ്പം നിലകൊള്ളുന്നവരായ ആളുകളെയും നീ രക്ഷപ്പെടുത്തണമേ എന്നാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. മറ്റൊന്ന്, ഈ മ്ലേച്ഛവൃത്തിയുടെ കാര്യത്തില് സമൂഹത്തെ ഗുണദോഷിച്ചുകൊണ്ടിരുന്നതിന്റെ പേരില് അവരിപ്പോ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഈ കാര്യം നീ തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഇവിടുന്ന് ഞങ്ങൾ എറിഞ്ഞു ഓടിക്കും എന്നത്. ആ ഒരു സംഗതിയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതുമാവാം. എന്നെയും എന്റെ കുടുംബത്തെയും ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറയുന്ന ഒരു കാര്യവും അതിലടങ്ങിയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാം. ഇവരുടെ അധാർമികതയുടെ കാര്യത്തില് പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ പേരിൽ ഇവർ ഞങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലാനോ നാട്ടിൽ നിന്ന് എറിഞ്ഞോടിക്കാനോ ഒക്കെയാണ് മുതിരുന്നത്. ഇക്കാര്യത്തില് അത്തരം ദുഷ്ചെയ്തികളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നുകൂടിയാണ് ലൂത്ത് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഫനജൈനാഹു വഅഹ്ലഹു അജ്മഈൻ. തുടർന്നുള്ള അള്ളാഹുവിന്റെ വിവരണത്തില് അതുകൂടി മനസ്സിലാക്കുന്നതാണ് യുക്തം എന്ന് നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു പറയുന്ന ഫനജൈനാഹു വഅഹ്ലഹു. അതിനെ തുടർന്ന് നാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഹ്ലിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അജ്മഈൻ എല്ലാവരെയും രക്ഷപ്പെടുത്തുകയുണ്ടായി. ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തോട് വിധേയത്വം കാണിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന കുടുംബ അംഗങ്ങളെയും അദ്ദേഹത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നിലകൊണ്ട വിശ്വാസപാതയിലേക്ക് കടന്നു വന്ന ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഇല്ലാ അജൂസൻ ഫിൽ ഗാബിരീൻ. പിന്തി നിന്നവരുടെ കൂട്ടത്തിലെ ഒരു കിഴവി ഒഴികെ എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ലൂത്ത് അലൈഹിസ്സലാമിന്റെ അഹ്ലിൽപ്പെട്ട അള്ളാഹു
രക്ഷപ്പെടുത്താത്ത ഒരാള് ഒരു കിഴവിയാണ്. വേറെ ചില സൂചനകളിൽ നിന്ന് സൂറത്തു തഹരീമിലെ ചില പരാമർശത്തിലൊക്കെ അത് ആരാണ് ആ കിഴവി എന്നത് വ്യക്തമാക്കുന്നുണ്ട്. അജൂസ് എന്ന് പറഞ്ഞ പ്രായം ചെന്ന ഒരു സ്ത്രീ എന്നാണ്. അപ്പോ മാറി നിന്നവരുടെ കൂട്ടത്തിലെ ഒരു കിഴവി ഒഴികെ അവരെ അള്ളാഹു സംരക്ഷിക്കുകയുണ്ടായില്ല എന്നാണ് സൂചന. ഈ പരാമർശം ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയെ കുറിച്ചാണ് എന്നാണ് പൊതുവായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം. ഒരുപാട് കഥകള് ബൈബിളിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയെ കുറിച്ച് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. സ്വവർഗരതിക്കാരായ നാട്ടുകാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരുന്ന, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്ന, അവരെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ട ഒരു സ്ത്രീയാണ് അവര് എന്നാണ് ബൈബിളിന്റെ ഒക്കെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആളുകളെ അവർക്ക് ലൈംഗിക ആസക്തി അനുഭവപ്പെടുന്ന തരത്തിലുള്ള യുവാക്കളെയോ ചെറുപ്പക്കാരെയൊക്കെ കാണാനിടയാവുകയാണെങ്കിൽ അവർക്ക് പറ്റിയൊരു കോൾ എത്തിയിട്ടുണ്ട് എന്ന വിധത്തിൽ അവരെ അറിയിക്കാൻ ഈ സ്ത്രീ രഹസ്യമായ ഒരു ആശയവിനിമയ രീതി തന്നെ സ്വീകരിച്ചിരുന്നു എന്ന് ഒരു കഥ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കാണാം. ഇവരൊത്തുകൂടുന്ന ഇവരുടെ അങ്ങാടികളിലേക്ക് ഉപ്പ് വാങ്ങാൻ വേണ്ടി ആളെ പറഞ്ഞയക്കുകയും അത് ഒരു മെസ്സേജ് ആക്കി മനസ്സിലാക്കിക്കൊണ്ട് ആ ആളുകള് അവരുടെ ഇരയെ തേടി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം വിവരിക്കപ്പെടുന്നുണ്ട്. അതിന്റെയൊക്കെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് പറയാൻ വയ്യ. ഒട്ടും ആധികാരികത ഇല്ലാത്തൊരു കാര്യമായിട്ടും അതിനെ മനസ്സിലാക്കാവുന്നതാണ്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവിക ശിക്ഷ ഇറങ്ങിയപ്പോ ഈ സ്ത്രീ നിന്ന നിപ്പില് ഒരു ഉപ്പ് പൂനയായി പോയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉപ്പ് കൊണ്ടുള്ള ഒരു രൂപമായി മാറി എന്നതാണ് സൂചന. എന്തായാലും ഈ സ്ത്രീയുടെ കാര്യത്തില് അവര് ലൂത്ത് അലൈഹിസ്സലാമിനോടൊപ്പം അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് നേരത്തെ ഫജറിന് മുമ്പ് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുറപ്പെട്ടു പോയ ആളുകളുടെ കൂട്ടത്തിലായിരുന്നില്ല അവര്. അവരോട് പ്രത്യേകമായിട്ട് ഇത് അറിയിക്കുകയും ഉണ്ടായിട്ടില്ല. അവരെ മാറ്റി നിർത്താൻ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനം. അവരൊഴികെയുള്ള ബാക്കി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അവരെല്ലാവരും പ്രഭാതം ആവുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നിർദ്ദേശിച്ച രാത്രിയിൽ ആ നാട്ടിൽ നിന്ന് പൊയ്ക്കളയുകയാണ് ചെയ്യുന്നത്. ഇവര് പിന്തി നിന്നവരുടെ കൂട്ടത്തിലാണ്. അങ്ങനെ ഫജറിന് മുമ്പ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാതിരുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു ഈ സ്ത്രീ. അതാണ് മിനൽ ഗാബിരീൻ എന്നതിന്റെ സൂചന എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫനജൈനാഹു വഅഹ്ലഹു അജ്മഈൻ ഇല്ലാ അജൂസൻ ഫിൽ ഗാബിരീൻ. ഗാബിറുകളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ പിൻവാങ്ങി അല്ലെങ്കിൽ പിന്തിരിഞ്ഞു നിന്ന, പിന്നാക്കമായി നിന്ന ആളുകളുടെ കൂട്ടത്തില് എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറപ്പെട്ട കൂട്ടത്തില് സമയത്തിന് പുറപ്പെട്ടിട്ടില്ലാത്ത പിന്തി നിന്നവരുടെ കൂട്ടത്തില് ഉണ്ടായിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീയും, ആ സ്ത്രീയുടെ കാര്യത്തില് അവരൊഴികെ ബാക്കി എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയുണ്ടായി, ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ അഹ്ലിനെയും. എന്നിട്ട് പറയുന്നത് സുമ്മ ദമ്മർനൽ ആഖിരീൻ, അതിനെ തുടർന്ന് ശേഷിച്ചവരെ നാം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അവർക്ക് ഒരു കഠിനമായ ശിക്ഷ അള്ളാഹു അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു. സുമ്മ ദമ്മർനൽ ആഖിരീൻ, അവശേഷിച്ച ആളുകളെ മുഴുവനും നാം നശിപ്പിക്കുകയുണ്ടായി. വഅംതർനാ അലൈഹിം മത്റ, അവരുടെ മേൽ നാം അത്യസാധാരണമായ വിധത്തിലുള്ള ഒരു ഭീകരമായ മഴ വർഷിപ്പിച്ചു. ഫസാഅ മത്റുൽ മുൻദരീൻ, താക്കീത് നൽകപ്പെട്ട ആ സമൂഹം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ മഴ എത്ര ദൂഷ്യങ്ങൾ അടങ്ങിയ എത്ര കഠിനമായ മഴയായിരുന്നു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്.
ഫസാഅ മത്റുൽ മുൻദരീൻ. മുൻദർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകപ്പെട്ട ആളാണ്. അതിന്റെ ബഹുവചനാണ് മുൻദറൂൻ എന്നത്. അപ്പോ താക്കീത് നൽകപ്പെട്ടവരായ ആ സമൂഹം, ദൈവിക ദൂതൻ വന്ന് അവരെ താക്കീത് ചെയ്തു, കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് രക്ഷയുടെ മാർഗം സ്വീകരിക്കാനുള്ള ഒരു അവസരവും നൽകി. അതൊക്കെ പാഴാക്കിക്കൊണ്ട് നിലക്കൊണ്ട ആ സമൂഹം ഏറ്റുവാങ്ങേണ്ടി വന്നത് വളരെ ദുഷിച്ച, വളരെ ഭീകരമായ ഒരു മഴവർഷം, ഒരു പേമാരിയാണ്. ഇത് കേവലം മഴയായിരുന്നില്ല, അവര് നശിച്ചു പോകാൻ കാരണമാകുന്ന വിധത്തിലുള്ള ശിലാവർഷങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ, വിശുദ്ധ ഖുർആന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറെ പലയിടത്തും ഇതിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോ ഒരു ഘോര ശബ്ദം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്, അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായിട്ടുണ്ട്. അവരുടെ മേൽ വലിയ പാറക്കല്ലുകൾ വന്ന് പതിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം, വലിയ സൾഫർ പാറക്കെട്ടുകൾ, സൾഫർ കൊണ്ടുള്ള ഉരുകിപ്പോകുന്ന, വെന്തുപോകുന്ന, കത്തിപ്പോകുന്ന വിധത്തിലുള്ള ഗന്ധകത്തിൻ്റെതായ പാറക്കഷ്ണങ്ങൾ അവരുടെ മേൽ വന്ന് പതിച്ചു എന്നാണ് ബൈബിളിന്റെ വിവരണത്തിൽ മനസ്സിലാവുന്നത്. ലൂത്ത് അലൈഹിസ്ലാം ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ സഹോദരപുത്രനാണ്. അവര് ഒരുമിച്ചാണ് ഇറാഖിൽ നിന്ന് പുറപ്പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നത്. ലൂത്ത് അലൈഹി ഇസ്ലാമിനെ ഈ പ്രദേശത്തേക്ക് ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിച്ചയച്ചതായിരുന്നു. അങ്ങനെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിനെ ദൈവിക ശിക്ഷ പിടികൂടിയ കാര്യം അറിയാൻ സാധിച്ചതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ പ്രദേശം പിന്നീട് സന്ദർശിച്ചപ്പോൾ അവിടെ വലിയ ആളിക്കത്തുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് എന്ന വിധത്തിലൊക്കെയുള്ള ഈ ചൂളത്തുനിന്ന് അല്ലെങ്കിൽ വലിയ തീക്കുണ്ടത്തിൽ നിന്ന് തീ ഉയരുന്ന ഒരു ആരവവും കാഴ്ചയും ഒക്കെയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് എന്ന സൂചന ബൈബിള് നൽകുന്നത് കാണാൻ കഴിയും. അപ്പൊ എന്തായാലും അതിഭീകരമായ ഒരു മഴ ആണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കേവലമായ ഒരു മഴയല്ല, ശിലാവർഷം തന്നെ, അതും ഗന്ധകത്തിന്റെ ശിലകൾ അവരുടെ മേൽ വന്ന് പതിക്കുകയും അത് തീ പടരുന്ന വിധത്തിൽ ആയി മാറുകയൊക്കെ ചെയ്തു. ഇപ്പൊ അമേരിക്കയിലെ ചില ഭാഗങ്ങളിൽ ദിവസങ്ങളായിട്ട് അതിഭീകരമായ അത്തരം ഒരു സാഹചര്യം ഉണ്ട് എന്നത് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 1500-ലേറെ കെട്ടിടങ്ങൾ കത്തി ചാമ്പലാകാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു കാട്ടുതീയാണ് അവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾക്ക് വിനാശമുണ്ടാകുന്ന വിധത്തിലുള്ള അത്തരം ഒരു ദുരന്തം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ വംതർന അലൈഹിം മതറൻ, നാം അവരുടെ മേൽ ഒരു ഭീകരമായ മഴ വർഷിപ്പിച്ചു. ഫസാഅ മത്റുൽ മുൻദരീൻ, താക്കീത് നൽകപ്പെട്ട ആ സമൂഹം ഏറ്റുവാങ്ങേണ്ടി വന്നത് എത്ര രൂക്ഷമായ, എത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷമായിരുന്നു, ഒരു മഴ വർഷമായിരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്ന ഫീ ദാലിക ആയത്തൻ, തീർച്ചയായിട്ടും ഈ കാര്യത്തില് ഒരു ദൈവിക ദൃഷ്ടാന്തം, ആളുകൾക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. വമാകാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായിരുന്നിട്ടില്ല. വമാകാന അക്സറുഹും മുഅ്മിനീൻ, ആ സമൂഹത്തില് കൂടുതൽ പേരും, ഏറിയ പേരും വിശ്വാസമാർഗം സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്നവരായിരുന്നു. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, തീർച്ചയായിട്ടും നിന്റെ നാഥൻ പ്രതാപമുള്ളവനും കരുണയുള്ളവനുമാണ് എന്നാണ്. അപ്പൊ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന പല പ്രവാചക സമൂഹങ്ങളുടെയും വിവരണങ്ങളിൽ അതിൻ്റെയൊക്കെ അവസാനത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു
ആയത്തായിട്ട് വിവരണം ഇത് കാണാം. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. അവര് തോൽപ്പിച്ചത് കൊണ്ട് ഒന്നും തോൽച്ചു പോകുന്നവനല്ല അള്ളാഹു. അവരുടെ ധിക്കാരവും അനുസരണക്കേടും കാരണമായിട്ട് അള്ളാഹുവിന്റെ ഇസ്സത്തിന്, അള്ളാഹുവിന്റെ അജയ്യതക്കും പ്രതാപത്തിനും ഒരു പോറലും ഏൽക്കുന്നില്ല. അവരോട് കോപിച്ചു, അവരെ ശിക്ഷ ഏൽപ്പിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കാരുണ്യം മനുഷ്യരാശിയോടുള്ളത് വറ്റിപ്പോയിട്ടുമില്ല. അള്ളാഹു അജയ്യനാണ്, അള്ളാഹു കാരുണ്യവാനുമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ഇന്നും മനുഷ്യരുടെ മേൽ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്ര തന്നെ ധിക്കാരത്തില് ഈ ആളുകള് അണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ അജയ്യതക്കും പ്രതാപത്തിനും അത് യാതൊരു വിധത്തിലും പോറലേൽപ്പിക്കുന്നില്ല. അള്ളാഹു മനുഷ്യരാശിയോട് തുടരെ കാരുണ്യം കാണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യമാണ് ഓരോ എപ്പിസോഡ് വിവരണം കഴിയുമ്പോഴും നമ്മൾ ഉണർത്തപ്പെടുന്ന ഒരു കാര്യം. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഈ ഓരോ എപ്പിസോഡിലും കോമൺ ആയിട്ടുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. ദൂതന്മാരുടെ സന്ദേശങ്ങൾ, അലാ തത്തഖൂൻ എന്ന് പറഞ്ഞത്, ഇത്തഖുല്ലാഹ വഅതിഊൻ എന്ന് പറഞ്ഞത്, ഇന്ന ഫീ ദാലിക ലആയതൻ എന്ന് പറഞ്ഞുകൊണ്ട് വമാ കാന അക്സറുഹും മുഅ്മിനീൻ എന്ന് പറഞ്ഞത്, വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം എന്ന് പറഞ്ഞത്, ഇതൊക്കെ ഓരോ കഥയിലും ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിക്കുന്ന കാര്യം, എല്ലാ ദൂതന്മാരും നിർവഹിച്ചത് ഒരേ ദൗത്യം തന്നെയാണ്. അവര് ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രതികരണങ്ങളും സമാനമായതാണ്. അള്ളാഹു ആ ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്കും ചില പൊതു സ്വഭാവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പൊതു നയം ഈ കാര്യം സൂചിപ്പിക്കുന്ന ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. നിങ്ങളുടെ നിലപാടുകളോ നിങ്ങൾ സ്വീകരിക്കുന്ന നടപടികളോ ഒന്നും തന്നെ അള്ളാഹുവിന്റെ അജയ്യതയെയോ അതുപോലെ അള്ളാഹുവിന്റെ പ്രതാപത്തെയോ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. അള്ളാഹുവിന്റെ അജയ്യതയും പ്രതാപവും ഉയർന്നു നിൽക്കുക തന്നെയാണ്. അള്ളാഹു മനുഷ്യരാശിയോട് കാണിക്കുന്ന കാരുണ്യവും പ്രവർത്തനക്ഷമമായി കൊണ്ട് തന്നെ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ ശേഷിക്കുന്നുണ്ട്. ഈ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിശദാംശങ്ങൾ വേറെ പല സൂറത്തുകളിലും നൽകപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് ചില കാര്യങ്ങൾ അടുത്ത ദിവസം നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് കരുതുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാസിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.